ഹലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷന്റെ ഒരു കഥ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം ഡയറക്റ്റ് ആയിട്ട് ആ സിലബസിലേക്ക് എൻട്രി ചെയ്യാണ്ട് അങ്ങനെ ഒരു ഔട്ട്ലൈൻ ആയിട്ടൊരു കഥയൊക്കെ എന്തിനാ പറഞ്ഞതെന്ന് പറഞ്ഞാല് ഒരു റീസൺ ഉണ്ട്. ആക്ച്വലി നമ്മൾ ഏതൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, റിയൽ ലൈഫിൽ അതിനൊക്കെ എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട്, അത് എന്തിനാണ് നമ്മൾ പഠിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കുറേയും കൂടി ഇൻട്രസ്റ്റിങ്ങും ആവും. നമുക്കത് പഠിക്കാനുള്ള ക്യൂരിയോസിറ്റി കൂടുകയും ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആ കഥ വഴി എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മളെ റിയൽ ലൈഫിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ലിമിറ്റേഷൻസ് ഫേസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് ആ പരിമിതികൾ ആ ലിമിറ്റേഷൻസിനൊക്കെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടിന്യൂ. സോ ഇപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. എന്താണ് കമ്മ്യൂണിക്കേഷൻ? വൈ വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ്? എന്തിനു നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? നമ്മുടെ ലൈഫിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ലിമിറ്റേഷൻസ് ഫേസ്ഡ് in communicating. നമ്മൾ സാധാരണഗതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെ പ്രയാസങ്ങൾ, ലിമിറ്റേഷൻസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് ആൻഡ് ടൈം ഇത് നമ്മൾ കണ്ടില്ലേ. പിന്നെ ഇതിനൊക്കെ എങ്ങനെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നമ്മളെ ഹീറോ വന്നിട്ട് എങ്ങനെ ഇതിനൊക്കെ ഓവർകം ചെയ്യുന്നു, മറികടക്കുന്നത് നമ്മൾ കണ്ടു. അതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. സിഗ്നിഫിക്കൻസ് of electronics in communication. ഇത്രയും കാര്യങ്ങൾ നമ്മളെ കഴിഞ്ഞ സെഷനിലുള്ള ആ ക്ലാസ് കൊണ്ട് ക്ലിയർ ആവും. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഈ പേപ്പർ അല്ലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ ഈ പേപ്പർ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പം ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ കണ്ടിന്. അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും നമുക്ക്? ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ electronic communication is a process or it is a means by which information or message can be conveyed or can be shared from one place to another over a distance at a very fast rate using electronic circuits, and this system uses electrical signals and electromagnetic waves. അങ്ങനെയാണ് നമുക്ക് പറയാം, അങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്ര ദൂരത്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ആശയവിനിമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിക് സർക്യൂട്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ സർക്യൂട്ട്സ് എല്ലാം ഇലക്ട്രിക് സിഗ്നൽസ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വെച്ചിട്ടാണ് വെക്കുക. ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഈ ഡെഫിനേഷനും കാര്യങ്ങളെല്ലാം ആ ഷെയർ ചെയ്ത ആ നോട്ട്സിൽ തന്നെ ഉണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി ടെലി കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇടക്കിടക്ക് കേൾക്കുമല്ലോ. ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ നേരെപ്പം പറയുക, അല്ലെങ്കിൽ ടെലി കമ്മ്യൂണിക്കേഷൻ നമ്മൾ വെക്കും. എന്താണ് ഈ ടെലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? അത് നമുക്ക് നോക്കാം. ഈ കമ്മ്യൂണിക്കേഷന്റെ മുമ്പില് ഒരു ടെലിന്നും കൂടി എഴുതിയാൽ എന്താണ് അത് വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത്? ടെലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ടെലഫോൺ, ടെലിവിഷൻ അല്ലെങ്കിൽ ടെലസ്കോപ്പ്, ഇതിന്റെ മുമ്പിലെല്ലാം
ടെലിന്ന് ചേർക്കുന്നതിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണത്? ഇത് ശരിക്ക് ഓവർ എ ഡിസ്റ്റൻസ് എന്നാണ് അർത്ഥമാകുന്നത്. ഓവർ എ ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഒരു വിദൂരതയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓവർ എ ഡിസ്റ്റൻസ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മുടെ ടെലി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ടെലിഫോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൂരത്തുള്ള ഒരാളായിട്ട് സംസാരിക്കാൻ പറ്റും. ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ ദൂരത്ത് എന്നുള്ള ഒരു പ്രോഗ്രാം നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നക്ഷത്രങ്ങളെയോ അല്ലെങ്കിൽ സെലസ്റ്റിയൽ ബോഡീസ് അല്ലെങ്കിൽ സ്പേസിലുള്ള ഒബ്ജക്ട്സിനെയൊക്കെ നമുക്ക് അടുത്ത് കാണാൻ, ദൂരെയുള്ള ഒബ്ജക്ട്സിനെ അടുത്ത് കാണാൻ പറ്റും. അപ്പൊ ഓവർ ഡിസ്റ്റൻസ് എന്നാണ് ഈ ടെലിന്റെ അർത്ഥം. ഇപ്പൊ ടെലി കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഓവർ ഡിസ്റ്റൻസ്, വിദൂരതയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് ടെലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നോക്കിയപ്പോ, സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? നമ്മളിപ്പോ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നോക്കിയ വരും. അപ്പൊ ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. സിസ്റ്റം എന്ന് പറഞ്ഞ വാക്ക് കേട്ടാൽ തന്നെ ഇപ്പൊ നിങ്ങൾ കൺട്രോൾ സിസ്റ്റം കഴിഞ്ഞ സമയത്ത് പഠിച്ചിട്ടുണ്ടോ? സിസ്റ്റം എന്ന് പറഞ്ഞ് കേട്ടാല് എന്താണത് അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞാല് അത് ഒരു സിംഗിൾ യൂണിറ്റ് അല്ല, കുറെ ഫങ്ഷണൽ ബ്ലോക്സ് അല്ലെങ്കിൽ കുറെ ചെറിയ ചെറിയ സബ് യൂണിറ്റ്സ് കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വലിയൊരു യൂണിറ്റ് ആണ് സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൽ ഒരൊറ്റ മെമ്പറല്ല ഉണ്ടായത്, അതിൽ കുറെ അതിന്റെ കൺസ്റ്റിറ്റ്യുവന്റ് ആയിട്ടുള്ള അതിൽ അടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ ഫങ്ഷണൽ ബ്ലോക്സ് അല്ലെങ്കിൽ ഫങ്ഷണൽ ബ്ലോക്സ് കൂടി ചേർന്നതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല് നമ്മള് ആശയവിനിമയം നടത്താൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതില് സിസ്റ്റം ഇതിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ തന്നെ അറിയാം നമുക്ക് അതിൽ ഒരൊറ്റ ഒരു യൂണിറ്റ് അല്ല, അതിൽ ഒരൊറ്റ ഒരു പാർട്ട് അല്ല ഉള്ളത്, മൾട്ടിപ്പിൾ പാർട്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ടിസിപ്പേറ്റിംഗ് യൂണിറ്റ്സ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഈ പ്രോസസ്സിന് എങ്ങനെയാണ് സാധാരണ രീതിയിൽ നടക്കുന്നതെന്ന് നമുക്കൊരു ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് നോക്കാം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ല, സാധാരണയുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് നമ്മൾ ഇപ്പൊ നോക്കുന്നത്. അതിൽ ഏതൊക്കെ ബ്ലോക്സ് ആണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അടങ്ങിയിട്ടുള്ളത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് എന്താണ്? കൺവേയിങ് ഓർ ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതിനെയാണ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിൾ സെൻസ്. അപ്പം ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ അല്ലെങ്കിൽ മെസ്സേജ് ഒരു സ്ഥലത്ത് നിന്ന് ഒറിജിനേറ്റ് ചെയ്യണം, ഒരു സ്ഥലത്ത് ആ മെസ്സേജ് പ്രൊഡ്യൂസ് ചെയ്യണം, അതിനിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് അയക്കുക ചെയ്യുന്നു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇതിൽ എന്തൊക്കെ ആവശ്യം ഉണ്ടാവും. ഒരു ഇൻഫർമേഷന്റെ ഒരു സോഴ്സ് ഉണ്ടാവും. ഇവിടെയാണ് ഇൻഫർമേഷൻ ഉത്ഭവിക്കുന്നത്, ഇവിടെയാണ് ഇൻഫർമേഷൻ ഒറിജിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ മെസ്സേജ് ഇവിടെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടായ മെസ്സേജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമ്മൾ കുറച്ച് അകലെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കുന്നതാണ്, ഇതിനെയാണ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുക. ഇപ്പൊ സോഴ്സും ഉണ്ട് ഡെസ്റ്റിനേഷൻ ഉണ്ട്. സോഴ്സിലാണ് മെസ്സേജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഈ അയച്ചു കൊടുക്കുന്ന ഈ പാത്ത്, ഇതിന്റെ നടുവിലുള്ള മീഡിയം അല്ലെങ്കിൽ ഇത് പോകുന്ന ഈ മെസ്സേജിന്റെ ഇൻഫർമേഷൻ പോകുന്ന ഈ വഴി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ചാനൽ എന്ന് പറയും, അല്ലെങ്കിൽ ഇതിനെ മീഡിയം എന്നും പറയും. ചാനൽ ഓർ മീഡിയം, മീഡിയം ഓർ ചാനൽ, രണ്ടും ഒന്ന് തന്നെ. അപ്പൊ ഇതാണ് നമ്മളെ സാധാരണ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം. ഇനി ഇതിങ്ങനെ ഈ സോഴ്സ് എന്ന ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ഇൻഫർമേഷൻ അല്ലെങ്കിൽ മെസ്സേജ് ഇങ്ങനെ ചാനലിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ മെസ്സേജിന്റെ ഇൻഫർമേഷന്റെ കൂടെ വേണ്ടാത്ത ചില സിഗ്നൽസ് അല്ലെങ്കിൽ വേണ്ടാത്ത ചില നമുക്ക് ആവശ്യമില്ലാത്ത ചില വേറെ എഡീഷണൽ ആയിട്ടുള്ള ചില സിഗ്നലിനും കൂടി മിക്സ് ആണ്. അതിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം വരക്കണം എന്ന് പറഞ്ഞാല് അതിൽ ഇതൊക്കെയാണ് കാണിക്കേണ്ടത്. ഒരു സോഴ്സ് ഉണ്ടാവും, ഇവിടെയാണ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ മെസ്സേജ് നമ്മൾ അയക്കാൻ പോകുന്നത് ഉത്ഭവിക്കുന്നത്, അത് എത്തിച്ചേരുന്ന സ്ഥലം, ഇതിന്റെ എൻഡ് യൂസർ ആണ് ഡെസ്റ്റിനേഷൻ, ഫൈനലായിട്ട് എത്തുന്ന സ്ഥലമാണ് ഡെസ്റ്റിനേഷൻ. ഇത് ഏതിലൂടെയാണ് പോവുക? ആ മീഡിയം, അതിനെയാണ് ചാനൽ എന്ന് പറയുന്നത്.
മെസ്സേജ് സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് ആവശ്യമില്ലാത്ത വേണ്ടാത്ത ചില സിഗ്നൽസിന്റെ കൂടെ വന്ന് മിക്സ് ആവും. അതിനെയാണ് നോയ്സ് എന്ന് പറയുന്നത്. ഈ നോയ്സ് നമ്മൾ അയക്കുന്ന മെസ്സേജിന്റെ ക്വാളിറ്റിനെ എല്ലാം കുറക്കും. ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കാണും. ആക്ച്വലി നമ്മൾ ഈ കഥയിലെ ഒരു വില്ലനാണ്, ഈ ഒരു പ്രധാനപ്പെട്ട വില്ലനാണ്. ഇവനെ ഓർത്തു വെച്ചു, ഇവനെ നോക്കി വെച്ചു, മഹാപേശകാള്. ഇവനാണ് ഇതിലെ മെയിൻ വില്ലൻ. ഇവനെ പറ്റിയിട്ടുള്ള നമ്മള് കാണും. അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം. ഇതിപ്പം ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. നമ്മൾ ക്ലാസ് എടുക്കാന്ന്, സാധാരണ ക്ലാസ് മുറിയിൽ ഇരുന്നിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുകയാണ് ക്ലാസ്സിൽ, ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ പറ്റി എല്ലാം പറയുന്നത് ഞാനാണ്. അപ്പൊ സോഴ്സ്, ഞാൻ ഷെയർ ചെയ്യുന്ന ഈ കാര്യങ്ങൾ, ഞാൻ പറയുന്ന ഈ കാര്യങ്ങളാണ് ഇൻഫർമേഷൻ. നിങ്ങളാണ് ഇത് ഇരുന്ന് കേൾക്കുന്ന കൂട്ട്. അപ്പം ഈ മെസ്സേജ് അല്ലെ ഇൻഫർമേഷൻ എത്തിച്ചേരുന്ന സ്ഥലമാണ് ഡെസ്റ്റിനേഷൻ. നിങ്ങളാണ് ഡെസ്റ്റിനേഷൻ. പിന്നെ ഇതെങ്ങനെയാണ് പോകുന്നത്? ഞാനിപ്പോ സൗണ്ട് വേവ്സ്, ഞാൻ സംസാരിക്കുന്നതാണെങ്കിൽ ഈ സൗണ്ട് വേവ്സ് എയർ അല്ലെങ്കിൽ ഈ ഫ്രീ സ്പേസിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഇവിടെയുള്ള ചാനലിലെ മീഡിയം എന്ന് പറഞ്ഞാല് ഫ്രീ സ്പേസ് ആണ്. അപ്പൊ ഇത് എന്താണ് സോഴ്സ്, എന്താണ് ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ എന്താണ് ചാനൽ അല്ല, ഒരു ചെറിയൊരു എക്സാമ്പിൾ കിട്ടിയല്ലോ. സാധാരണ ഇതിൽ ഇലക്ട്രോണിക്സ് ഒന്നുമില്ല, സാധാരണ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷനും എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാകും. ഇനിയിപ്പോ ഞാൻ ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ തുടങ്ങി, നിങ്ങളെല്ലാം ഇരിക്കുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതിനിടയിൽ നിങ്ങൾ രണ്ടാൾ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ കൂടി മിക്സ് ആവുമല്ലോ. അപ്പൊ ആക്ച്വലി ഞാൻ ഈ പറയുന്ന 100% നിങ്ങളിലേക്ക് എത്തിച്ചേരുവോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. ഞാൻ പറയുന്നതിന്റെ കൂടെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളും കൂടി മിക്സ് ആയി കഴിഞ്ഞാല് ആ ഇൻഫർമേഷൻ, ആക്ച്വൽ ഇൻഫർമേഷന്റെ ക്വാളിറ്റി കുറയും. അതിന്റെ ഡീഗ്രേഡ് ആവും, അതിന്റെ ക്വാളിറ്റി കുറയും, അല്ലെങ്കിൽ അത് കറക്റ്റ് ആവും. അപ്പൊ നമ്മൾ ക്ലാസ്സിലിരുന്ന് തമ്മിൽ സംസാരിക്കുന്നതാണ് ഇവിടെ ഈ നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പം വേറൊരു രീതിയിൽ ഞാൻ ഇന്റർപ്രിറ്റ് ചെയ്തുതരാം. നിങ്ങൾ രണ്ടാൾ ക്ലാസ്സിലിരുന്ന് കാര്യമായിട്ട് എന്തോ കഥ പറയുകയാണെന്ന് വിചാരിച്ചോ. അതിന്റെ ഇടയിൽ കയറി വന്നിട്ട് ഞാൻ സംസാരിക്കുകയാണ്, ഞാൻ ക്ലാസ് എടുക്കുകയാണ്. ഇവിടെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളാണ് സോഴ്സും ഡെസ്റ്റിനേഷനും. ചാനൽ എന്ന് പറഞ്ഞാൽ എയർ തന്നെയാണ്, ഫ്രീ സ്പേസ് തന്നെയാണ്. ഇതിന്റെ ഇടയിലാണ് ഞാൻ വന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പം ഇവിടെ നോയ്സ് ഞാനാണ്. അങ്ങനെയും നിങ്ങൾക്ക് കാണും. എങ്ങനെ നമുക്ക് ആവശ്യമായ ഇൻഫർമേഷന്റെ കൂടെ വേണ്ടാത്ത ചില കാര്യങ്ങൾ കൂടി മിക്സ് ചെയ്ത് അതിന്റെ ക്വാളിറ്റി കുറക്കുന്നത്, അതിനെ ഡീഗ്രേഡ് ചെയ്യുന്നതിനെയാണ് നോയ്സ് എന്ന് പറയും. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇതില് ഇലക്ട്രോണിക് പാർട്സ് ഒന്നുമില്ല. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ കേസിലാണ്, ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്റ്റൻസ്, ടൈം, അതിന്റെ ലിമിറ്റേഷൻസ് എല്ലാം വരുന്നത്. അപ്പൊ ഇതിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക്സ് ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നത്. അപ്പൊ ഈ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് കൂടി ഇതിൽ വന്നു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് നോക്കാം. അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് നെക്സ്റ്റ് വരാം. ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സിലബസിന്റെ തുടക്കം തന്നെ. ഇവിടെയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണ്. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് എഡീഷണൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഇതിന്റെ ഉള്ളിൽ വരും. സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതും കൂടി അത് എങ്ങനെയാണ് വരക്കണ്ടേന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം കൂടി വരച്ചിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് നിർത്താം. ഓക്കെ, സോ ഇതിനെ നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോവുകയാണ്. ഈ നമ്മൾ നേരത്തെ കണ്ട കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തില് അതിന്റെ ലിമിറ്റേഷൻസ് പരിഹരിക്കാൻ വേണ്ടി കുറച്ച് ഇലക്ട്രോണിക് പാർട്സ് കൂടി അതിൽ കൂട്ടിച്ചേർത്തിട്ട് അതിനെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് അതിൽ മാറ്റം വരുന്നത് നമുക്ക് നോക്കാം. ഇതിലും ഇൻഫർമേഷൻ സോഴ്സ് ആണ് തുടക്കം. സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാല് ഇൻഫർമേഷൻ സോഴ്സ് ആണ്. ഇതെങ്ങനെയാ വരക്കുന്നതെന്ന് മാത്രം ഇപ്പൊ നമുക്ക് നോക്കാം. സോഴ്സ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്, ഒരു ഇലക്ട്രോണിക് ബ്ലോക്ക് ഉണ്ട്. അതിന്റെ പേരാണ് ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ. എന്താണെന്നൊക്കെ നമുക്ക് പിന്നെ കാണാം. ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ. ഇത് കഴിഞ്ഞാൽ വേറൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് വരുന്നുണ്ട്. ഇതിന്റെ പേരാണ്, പ്രധാനപ്പെട്ട ഒരു സാധനമാണ്
ട്രാൻസ്മിറ്റർ എന്നാണ് പറയുന്നത്. ട്രാൻസ്മിറ്റർ. ഓക്കെ, ട്രാൻസ്മിറ്റർ കൈകാല നമ്മൾ കണ്ട പഴയ നമ്മളെ ചാനൽ അല്ലെങ്കിൽ നമ്മളെ മീഡിയം, ഇതിലൂടെയാണ് മെസ്സേജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്, ചാനൽ ഓർ മീഡിയം. ഇനി ഇത് കഴിഞ്ഞാൽ വേറെ ഒരു ഇലക്ട്രോണിക് പാർട്ട്, ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് വരുന്നുണ്ട്, അതിന്റെ പേരാണ് റിസീവർ. ഇനി റിസീവർ കഴിഞ്ഞാല് ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ. ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ. അത് കഴിഞ്ഞാൽ നമ്മൾ അവസാനത്തെ ബ്ലോക്ക് നമ്മൾ എവിടെയാണോ ഇത് എത്തിച്ചേരേണ്ടത്, ഡെസ്റ്റിനേഷൻ. ഇനി ഇതില് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇതിന്റെ ഇടയിൽ നോയ്സ് വന്ന് മിക്സ് ആവുകയും ചെയ്യും, അൺവാണ്ടഡ് ആയിട്ടുള്ള സിഗ്നൽ മിക്സ് ആവുകയും ചെയ്യും. ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എൻ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇതെങ്ങനെ വരക്കണ്ടെന്ന് മാത്രം നമുക്കിപ്പോ നോക്കാം. ഈ ഇൻഡിവിജ്വൽ ബ്ലോക്സിന്റെ വർക്കിംഗ് എനിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, അടുത്ത സെഷനിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭയങ്കര സിമ്പിൾ ആണിത്. ഇൻഫർമേഷൻ സോഴ്സ് നാം തുടങ്ങുന്നത്, ഫൈനലായിട്ട് എത്തുന്നത് ഡെസ്റ്റിനേഷൻ ആണ്. ഈ ചാനൽ നടുവില് വരച്ചിട്ടുണ്ടല്ലോ, ഈ ചാനലിന്റെ മുകളിലും താഴെ നോക്കുക. അല്ലെങ്കിൽ ഇതിപ്പോ നേരെ വരക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുകളിലും താഴെ നോക്കുകയാണെങ്കിൽ എക്സാക്ട് ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബ്ലോക്സ് ആണ് ഇവിടെയുള്ളത്. ഇപ്പൊ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഉത്ഭവസ്ഥാനം, ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ പോയിന്റ്, എത്തിച്ചേരേണ്ട സ്ഥലം. അപ്പൊ സോഴ്സിന്റെ നേരെ താഴെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനം ഡെസ്റ്റിനേഷൻ. ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസറിന്റെ നേരെ താഴെ ഇൻപുട്ടിന്റെ ഓപ്പോസിറ്റ് ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ. ട്രാൻസ്മിറ്ററിന്റെ നേരെ ഓപ്പോസിറ്റ് പരിപാടി ചെയ്യുന്ന സാധനമാണ് റിസീവർ. ഇത് ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് വെക്കുക, ചാനൽ ഓർ മീഡിയം. എന്നിട്ട് ഇതിന്റെ മുകളിലും താഴെയും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എക്സാക്ട് ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ചെയ്യുന്ന ബ്ലോക്സ് ആണ് ഇതിലുള്ളത്. ട്രാൻസ്മിറ്ററിന്റെ നേരത്തായ റിസീവർ, ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസറിന്റെ നേരത്തായ ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ, സോഴ്സിന്റെ നേരത്തായ ഡെസ്റ്റിനേഷൻ. പിന്നെ ചാനലിലേക്ക് ഇങ്ങനെ നോയ്സ്, അൺവാണ്ടഡ് ആയിട്ടുള്ള നോയ്സ് വന്ന് മിക്സ് ചെയ്യുന്നതും കാണിക്കും. ഇത്രയാണ് ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം. ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറെ സബ് യൂണിറ്റ്സിന്റെ ഒരു കണക്ഷൻ ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സിസ്റ്റത്തിലുള്ള ചെറിയ ചെറിയ ബ്ലോക്സ് തമ്മിലുള്ള എങ്ങനെയാണ് കണക്ട് ആയിട്ടുള്ളതെന്ന് നമ്മൾ ഏറോ വെച്ചിട്ട് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഓരോ ബ്ലോക്കിലൂടെയുള്ള ഇതിന്റെ ഫംഗ്ഷന്റെ ഫ്ലോ, ഇതിന്റെ പ്രോസസ്സിന്റെ ഫ്ലോയിനെ കാണിക്കുന്ന ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഡയഗ്രാം. ഇതിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കാണിക്കില്ല. സർക്യൂട്ട് ഡയഗ്രത്തിലൊക്കെ കാണിക്കുന്ന പോലെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ, ഒരു സിസ്റ്റത്തിന്റെ സബ് യൂണിറ്റ്സ് തമ്മിലുള്ള ഇന്റർ കണക്ഷനും അതിലൂടെയുള്ള പ്രോസസ് ഫ്ലോയിന്റെ പാത്തിനെ കാണിക്കുന്ന ഒരു സിമ്പിൾ ഇതിനെയാണ് ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം. ഇവിടെയാണ് നമ്മൾ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് എങ്ങനെ വരക്കണ്ടെന്ന് മാത്രം നിങ്ങൾ ഇപ്പൊ നോക്കി വെക്കുക. ഇതിനെ പറ്റിയിട്ടുള്ള കഥകളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയും. സോഴ്സ് ഉണ്ട്, അതിന്റെ നേരത്തായ ഡെസ്റ്റിനേഷൻ, ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസറിന്റെ നേരത്തായ ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ, ട്രാൻസ്മിറ്ററിന്റെ ഓപ്പോസിറ്റ് റിസീവർ, നടുവില് ചാനൽ. ഇതൊരു സെൻട്രൽ പോയിന്റ് ആക്കി വെച്ചിട്ട് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതിപ്പോ നേരെ വരക്കുകയാണെങ്കിൽ, നോട്ടിൽ ഞാൻ നേരെയാണ് വരച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ചാനൽ സെൻട്രൽ ഉണ്ടെങ്കിൽ അതിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ്സിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബ്ലോക്സ് വരും. അങ്ങനെ നോക്കിയാൽ മതി. അപ്പൊ ഇതാണ് ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം. ഇതിന്റെ ഓരോ ബ്ലോക്സിന്റെയും ഫംഗ്ഷൻ നമുക്ക് നെക്സ്റ്റ് കാണാം. ഓക്കെ, താങ്ക് യു.